ഹായ് ഗെയ്സ്, വെൽക്കം ടു വീല്. മനുഷ്യൻ ചന്ദ്രനിലേക്ക് അനേകം യാത്രകൾ നടത്തുകയുണ്ടായി. ഈ യാത്രയുടെ ഭാഗമായി വിശദമായ പഠനങ്ങൾക്കായി ചന്ദ്രനിൽ നിന്നും മണ്ണും പൊടിയും പൊടിപടലങ്ങളും കല്ലും പാറക്കഷ്ണങ്ങളുമെല്ലാം ഭൂമിയിലേക്ക് എത്തിക്കുകയുമുണ്ടായി. അങ്ങനെ നടത്തിയ ആ യാത്രകളിൽ അവിടെ നിന്നും വസ്തുക്കൾ പഠനത്തിനായി ഇവിടെ എത്തിക്കുക മാത്രമായിരുന്നില്ല, അനേകം വസ്തുക്കൾ നമ്മൾ അവിടെ ഉപേക്ഷിച്ചിട്ട് കൂടെയായിരുന്നു ഇങ്ങോട്ടുള്ള മടക്കയാത്ര. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനങ്ങൾക്കായി നാസ നടത്തിയ അപ്പോളോ ദൗത്യത്തിൻ്റെ ഭാഗമായി മാത്രം 96ഓളം വരുന്ന മാലിന്യ സഞ്ചികൾ ചന്ദ്രനിൽ ഉപേക്ഷിച്ചിട്ടായിരുന്നു മനുഷ്യൻ തിരികെ എത്തിയത്. ഇതിനുശേഷം അപ്പോളോ 16 ദൗത്യത്തിൻ്റെ ഭാഗമായി പങ്കെടുത്ത ചാൾസ് ഡ്യൂക്കാകട്ടെ ആ യാത്രകളുടെ എല്ലാം ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു പൂർണ്ണ ചിത്രമായിരുന്നു അവിടെ ബാക്കി വെച്ചത്. എന്നാൽ അപ്പോളോ 15-ലുള്ളവരാകട്ടെ ഗലീലിയോ ഭൂമിയിൽ നടത്തിയ ആ പരീക്ഷണം പുനരാവിഷ്കരിക്കുകയായിരുന്നു. ശൂന്യതയിൽ ഗുരുത്വാകർഷണത്തെ തുടർന്ന് ഒരു തൂവലും ചുറ്റികയും ഒരുമിച്ച് താഴേക്ക് പതിക്കുകയാണെങ്കിൽ അവ രണ്ടും ഒരേ സമയം താഴേക്ക് പതിക്കുമെന്നത് അവർ ചന്ദ്രനിൽ തെളിയിച്ചതിൻ്റെ ഭാഗമായി അന്നവർ താഴേക്കിട്ട ആ ഒരു തൂവലും അവർ അവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയത്. എന്നാൽ അപ്പോളോ 11ൻ്റെ ഭാഗമായി ചന്ദ്രനിലെത്തിയ ആദ്യ മനുഷ്യനാകട്ടെ ലോകസമാധാനം പുലരണം എന്ന സന്ദേശത്തോടുകൂടി സ്വർണത്താൽ തീർത്ത ഒരു ഒലീവിൻ്റെ ശിഖരമായിരുന്നു അന്ന് അമ്പിളിമാമന് സ്വന്തമായി നൽകിയത്. അങ്ങനെ നല്ലതും മോശവുമായ അനേകം വസ്തുക്കൾ ചന്ദ്രനിൽ ഉപേക്ഷിച്ചിട്ടായിരുന്നു മനുഷ്യൻ്റെ മടക്കയാത്ര. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പനിയായതുകൊണ്ട് എൻ്റെ വോയിസ് നല്ല രീതിയിൽ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസാരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ഈ വീഡിയോയിൽ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിന് ഞാൻ മാപ്പൻ ചോദിക്കുന്നു. ഓക്കെ, ടാറ്റ ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.